ഡോക്ടർ പി കെ ഗോപൻ നോക്കൂ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഏതെങ്കിലും വക്കീലന്മാരൊക്കെ എവിടെയെങ്കിലും ഇരുന്നൊക്കെ പ്രതിരോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. കോൺഗ്രസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ രാഹുൽ ഫാൻസ് എന്ന് പറയുന്ന കോൺഗ്രസ്സുകാർ, കതറിട്ടവർ, അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വരുന്നവർ തന്നെ മുഖങ്ങളില്ലാത്ത പല പേരുകളുള്ള ആളുകളൊക്കെ ഉണ്ട്. അവരൊക്കെ ഇതൊക്കെ വാദിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ രാഹുലിന് വേണ്ടി വാദിക്കുകയാണ്. പ്രൊഫസർ എ ജി ജോർജ് തന്നെ, അദ്ദേഹം രാഹുലിനെതിരാണല്ലോ. ഈ രാഹുൽ പുറത്താക്കപ്പെട്ട കോൺഗ്രസ്സുകാരനാണല്ലോ, ഇപ്പോൾ കോൺഗ്രസ്സിൽ ഇല്ലല്ലോ. പക്ഷേ അദ്ദേഹവും പറഞ്ഞു വെക്കുന്നത് എന്താണ്? ഈ പരാതി മുഖ്യമന്ത്രിക്ക് കൊടുത്തു, ഇതിനകത്ത് രാഷ്ട്രീയമുണ്ടെന്നാണ്. ഇൻഡയറക്റ്റായിട്ട് അത് ആരെ സഹായിക്കുന്നതാണ്? അത് ആരെ സഹായിക്കാനാണ് ആ വാദം ഉയർത്തുന്നത്? അതെന്തിനാണ് നോക്കുന്നത്? ആ രാഷ്ട്രീയമുണ്ടോ? ഇങ്ങനെ ഒരു കൃത്യം ചെയ്ത ഒരാളിനെ കോൺഗ്രസ് പുറത്താക്കിയത് പിന്നെ എന്തിനാണ്? അപ്പോൾ ഇങ്ങനെയുള്ള വാദങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട് എന്നത് തന്നെ രാഹുലിന് ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് കിട്ടുന്ന സഹകരണത്തിൻ്റെ കൃത്യമായ അടയാളങ്ങളല്ലേ? അഡ്വക്കേറ്റ് ലാൽകുമാർ ഇത് വളരെ കൃത്യമായി എൻ്റെ നിയമവിശകലനം നടത്തി. അത് വളരെ ട്രാൻസ്പെറൻ്റായിട്ട് അദ്ദേഹം അവതരിപ്പിക്കുകയും ചെയ്തു. ഇവിടെ കോടതി ആൻറ്റിസിപ്പേറ്ററി ബെയിൽ ഗ്രാൻറ്റ് ചെയ്യാവോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. ആ സമയം വരെ അറസ്റ്റ് പാടില്ല എന്നുള്ളതാണ് ഒരു കോടതി പറഞ്ഞത്. പക്ഷേ അടുത്ത കേസിൽ വന്നപ്പോൾ കോടതിയുടെ നിരീക്ഷണം വ്യത്യസ്തമായിരുന്നു, അല്ലെങ്കിൽ മറ്റൊരു പശ്ചാത്തലത്തിലായിരുന്നു. ഒരു ചെറിയ ഇടവേളയിൽ, അതായത് അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു കമൻറ്റ് വന്നപ്പോൾ തന്നെ കോൺഗ്രസ് പ്രവർത്തകർ ചിലർ കാണിച്ച ആവേശം, എല്ലാവരും അങ്ങനെ കാണിച്ചു എന്നുള്ളതല്ല, ആ ആവേശമാണ് പടക്കം പൊട്ടിക്കലിലേക്ക് എത്തിയത്. അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ വളരെ കൃത്യമായി, വളരെ ഉത്തരവാദിത്വത്തോടുകൂടി പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം, KPCC രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജാമ്യം നിഷേധിച്ചില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കത്തില്ല. നേരത്തെ കോൺഗ്രസിൻ്റെ സഹയാത്രികൻ നമ്മുടെ ബഹുമാന്യനായ ജോർജ് സാറ് പറഞ്ഞതുപോലെ, അദ്ദേഹം പറഞ്ഞത് ഹൈക്കമാൻഡ് മുൻകൂട്ടി അനുവാദം കൊടുത്തിട്ടുണ്ട് സംസ്ഥാനത്തെ PCCക്ക് യുക്തമായ നിലപാട് സ്വീകരിക്കാൻ. ആ യുക്തമായ നിലപാടെന്ന് പറയുന്നത് കോടതി ജാമ്യം നിഷേധിക്കുകയാണെങ്കിൽ പുറത്താക്കുക, കോടതി ജാമ്യം നിഷേധിച്ചില്ലെങ്കിൽ അകത്ത് നിർത്തുക. ഇതാണ് ഉണ്ടായത്. അതല്ലെങ്കിൽ നേരത്തെ ശ്രീ VD സതീശൻ പല പത്രസമ്മേളനങ്ങളിൽ, എനിക്ക് തോന്നുന്നത് 25-ലധികം പത്രസമ്മേളനങ്ങളിൽ അദ്ദേഹം ആവർത്തിച്ചൊരു കാര്യമുണ്ട്. ഒരാളിൻ്റെ പേരിൽ, ഒരു കുറ്റത്തിൻ്റെ പേരിൽ 2 ശിക്ഷ പറ്റില്ല. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു, മാറ്റി നിർത്തിയിട്ടുണ്ട്. ഇനി ഒരു നടപടിയെക്കുറിച്ച് കോൺഗ്രസ് ചിന്തിക്കുന്നതേയില്ല. ഈ കോടതിയുടെ തീരുമാനം വരുന്നതിന്റെ തൊട്ടു തലേ ദിവസം മാത്രമാണ് കോൺഗ്രസ് ഇതിനെക്കുറിച്ച് ചിന്തിച്ചത് എന്ന് VD സതീശൻ ആ ദിവസം പറയുന്ന മാധ്യമപ്രവർത്തകരോട് പറഞ്ഞതിൻ്റെ തെളിവ് കൂടി ഇത്. ആ ശബ്ദം കൂടി നമുക്ക് കേൾക്കാം. ഇപ്പോൾ ഡോക്ടർ പി കെ ഗോപൻ പറഞ്ഞതിനെ അത് എസ്റ്റാബ്ലിഷ് പോലെ. രണ്ടാമതൊരു പരാതി കൂടി KPCC പ്രസിഡന്റ് വന്നു. ആ പരാതി വന്നപ്പോഴും ഞങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഞങ്ങൾ അപ്പം തന്നെ പാർട്ടിയുടെ മുഴുവൻ നേതാക്കളും കൂടി ഏകകണ്ഠമായ ഒരു തീരുമാനമെടുത്തു, പുറത്താക്കാൻ തീരുമാനമെടുത്തു. ഇന്ന് പ്രഖ്യാപിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അത് ഇന്നലെ തന്നെ ആ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ തന്നെ, അതായത് ഈ കോടതിയുടെ തീരുമാനം വന്നതിൻ്റെ, പുറത്താക്കിയതിൻ്റെ തലേനാളത്തെ കാര്യമാണ് VD സതീശൻ ഇപ്പോൾ പറഞ്ഞത്. ഡോക്ടർ പി കെ ഗോപൻ. അതെ, അത് ഞാൻ പറഞ്ഞ കാര്യത്തെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. കാരണം അദ്ദേഹം അതിനു മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്ന മുഴുവൻ കാര്യങ്ങളും 2 നടപടി ഒരു കുറ്റത്തിൻ്റെ പേരിൽ പറ്റില്ല എന്നാണ്. ഇനി മുൻ KPCC പ്രസിഡന്റ് പറഞ്ഞ എന്താ, ഏറ്റവും കേരളം സൂക്ഷിച്ചു വെക്കേണ്ടെന്നൊരു വോയിസ് ക്ലിപ്പിക്കാതെ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഈ പരാതി എൻ്റെ ചെവിയിൽപ്പെടുത്തി, അപ്പം അവനെ വിളിച്ച് 2 ചീത്ത വിളിക്കണമെന്ന് ഞാൻ വിചാരിച്ചത്. എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ മുമ്പിൽ 2 തെറി പറഞ്ഞ് അവസാനിപ്പിക്കത്തക്ക ഒരു പരാതി മാത്രമാണ് ഇതുള്ളത്. എങ്കിലും അത് ഗൗരവമുള്ളതായതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പം എനിക്ക് തെറ്റുപറ്റി. അദ്ദേഹം ഉപയോഗിച്ച വാക്ക് സിംഗിൾ ഇൻവെർട്ടർ കോമ, ഐ വാസ് റോങ്, എനിക്ക് തെറ്റുപറ്റി എന്ന് മനസ്സിലായി. കാരണം രാഹുലാണ് ശരി എന്നാണ് മുൻ KPCC പ്രസിഡന്റ് വാദിച്ചത്. ജോർജ് സാർ ആ ക്ലിപ്പിംഗ് എടുത്ത് നോക്കണം. അതുപോലെ ഓരോരുത്തരും കോൺഗ്രസിൻ്റെ നേതൃത്വം രാഹുലിനെ അകത്ത് നിർത്താൻ കാരണം എന്താ, അയാൾ തന്നെ പ്രതിപക്ഷത്തിനിട്ട് മറുപടി കൊടുക്കുന്ന രൂപത്തിൽ 1-2 കാര്യങ്ങൾ പറഞ്ഞു. അയാൾ പറഞ്ഞു ബെണ്ടി ചോർ മോഷണത്തെക്കുറിച്ച് പറയുന്നത് പോലെയാണ് ഈ ചില നേതാക്കന്മാർ ഈ പ്രശ്നത്തെ കാണുന്നതെന്നാണ് പറഞ്ഞത്. അങ്ങനെ കോൺഗ്രസിൽ തന്നെ നേരത്തെ വലിയ ആക്ഷേപങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇടയ്ക്ക് ജോർജ് സാറ് 1-2 കുത്ത് CPMനെ കുത്താൻ വേണ്ടി പരിശ്രമിച്ചു വിട്ടത് അദ്ദേഹം പറഞ്ഞു, CPM ഈ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പോലല്ല ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞ വാദം അക്ഷരാർത്ഥത്തിൽ ശരിയാണ്.
CPM-നെ സംബന്ധിച്ച് ഇത്തരം പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് കോടതി പരിഗണിക്കട്ടെ എന്നോ കോടതിയുടെ അല്ല, പാർട്ടി സംവിധാനത്തിൽ തന്നെ അക്കാര്യത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗുരുതരമായ നടപടിയാണ് സ്വീകരിക്കുക. ഇവിടെ CPM-ന്റെ MLA മുകേഷിനെ കുറിച്ചാണ് അവർ താരതമ്യം ചെയ്തുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. അപ്പോഴൊക്കെ അവർ ബോധപൂർവ്വം മാറ്റിവെക്കുന്ന മറ്റ് 2 MLA-മാരുണ്ട്, ശ്രീ വിൻസെൻറ്റും ശ്രീ എൽദോസ് കുന്നപ്പള്ളി. എൻ്റെ ധാരണ വിൻസെൻറ്റിനെ എൽദോസ് കുന്നപ്പള്ളി ഈ പ്രശ്നത്തിലേക്ക് വലിച്ചിഴയ്ക്കാൻ അവരുടെ ശത്രുക്കളാരോ പാർട്ടിക്കകത്ത് നിന്ന് പരിശ്രമിക്കുന്നത് കൊണ്ടാണ് ശ്രീ മുകേഷിനെ എടുത്ത് ഈ പ്രശ്നത്തിലിടുന്നത്. കാരണം മുകേഷിനെ കോടതി ജാമ്യം കൊടുത്തു എന്ന് മാത്രമല്ല, അദ്ദേഹം ജയിലിൽ കിടന്നിട്ടില്ല. മുകേഷിൻ്റെ പ്രഥമ ദൃഷ്ടിയ ആ കേസ് കോടതി ആൻറ്റിസിപ്പേറ്ററി ബെയിൽ അനുവദിക്കുന്ന അല്ലെങ്കിൽ കോടതിയുടെ മുമ്പിൽ ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ആ കേസിൻ്റെ മെറിറ്റും ഈ കേസിൻ്റെ മെറിറ്റും രണ്ടായതുകൊണ്ടാണ്. ഇനി ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു പ്രശ്നം കേരളത്തിൽ ഇതിനിടയ്ക്ക് ചർച്ച ചെയ്യാതെ പോകരുത്. ഇന്നൊരു സമാനമായ പേരുള്ള മറ്റൊരാൾ, കോൺഗ്രസ്സിന് വേണ്ടി കോൺഗ്രസ്സുകാരനല്ലാതെ വടി കൊടുത്ത് അടി വാങ്ങിച്ച ഒരാളാണല്ലോ രാഹുൽ ഈശ്വർ. അദ്ദേഹം ഇന്ന് ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിൽ ലേലുവല്ലു എന്നെ അഴിച്ചുവിടനിയ എന്ന് പറയുന്നൊരു വാചകം കേട്ടായിരുന്നല്ലോ. അതായത് അറസ്റ്റ് ചെയ്ത് കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ പറഞ്ഞത്, ഞാൻ പുരുഷവർഗത്തിന് വേണ്ടി സംസാരിക്കുന്നു, എൻ്റെ 2ാം സ്വാതന്ത്ര്യ സമരമാണ്, പുരുഷന്മാർക്ക് വേണ്ടിയുള്ള ഫ്രീഡം ഫൈറ്റ് ഞാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു, ഞാൻ ഭക്ഷണം കഴിക്കില്ല. 2-3 ദിവസം ഭക്ഷണം കഴിക്കാതെ ജയിലിൽ കിടന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ ഹോസ്പിറ്റലൈസ് ചെയ്തു. അപ്പോൾ അദ്ദേഹം ഭക്ഷണം കഴിക്കാവുന്നതായി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇനിയും ഞാൻ ഈ കള്ളപ്പരാതിക്കെതിരായിട്ട് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു. ഇനി മേലാൽ പോസ്റ്റ് ഇടത്തില്ലെന്ന് പറഞ്ഞു. കേരളത്തിലെ പോലീസിനെ കുറിച്ച്, കേരളത്തിലെ നിയമവ്യവസ്ഥയെക്കുറിച്ച് ഇവരൊക്കെ ധരിച്ചു വച്ചിരിക്കുന്നത് എന്താ? ശ്രീ രാഹുൽ ഈശ്വർ കേരളത്തിൽ എന്ത് സ്ത്രീപീഡനം നടന്നാലും അവിടെ എല്ലാം പുരുഷവർഗത്തിന് വേണ്ടി നിൽക്കാൻ പോകുന്നത് എന്തിനാണ്? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഫെമിനിസം അല്ലെങ്കിൽ മെന്നിസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിനകത്ത് സ്ത്രീയുടെ ശത്രുവായിട്ട് പുരുഷനെയോ പുരുഷൻ്റെ ശത്രുവായിട്ട് സ്ത്രീകളെ വിലയിരുത്തുക എന്നുള്ളതല്ല. ഫെമിനിസവും അങ്ങനെയല്ല. നേരെ മറിച്ച് വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ തീവ്ര മുഖം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ സ്ത്രീകളെ ബഹുമാനിക്കുക അല്ലെങ്കിൽ അവരെ ചവിട്ടിയരയ്ക്കുക. ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകത അവർക്ക് സ്പേസ് കൊടുക്കാതെ മാറ്റി നിർത്തുക എന്നുള്ളതാണ്. ഞാൻ ശ്രീ ലാലെ സമയമില്ലെങ്കിൽ ഒരു കാര്യം പറയാം. കുടുംബശ്രീ എന്ന സംവിധാനത്തിന് കേരളത്തിൽ ആദ്യം കൊടുത്ത പേര് സ്ത്രീ ശക്തി എന്നാണ് നയനാരുടെ ഭരണകാലത്ത്. അങ്ങനെ സ്ത്രീകൾക്ക് ശക്തി വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇവർ പ്രചരിപ്പിച്ചതാണ് കുടുംബശ്രീ. ശരി, ഇനി ആ പേര് മാറ്റുന്നില്ല. ആ കുടുംബശ്രീ സംവിധാനം കേരളത്തിൽ വന്നപ്പോൾ 57 ലക്ഷം സ്ത്രീകൾക്ക് സ്വതന്ത്രമായ ഒരു പദവി ലഭിച്ചു. ഇവരെ സംബന്ധിച്ച് സ്ത്രീകളെ ആരാധിക്കുക. ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇന്ത്യൻ യൂണിയൻ പ്രസിഡന്റ്. അവർക്ക് പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാൻ അവകാശമില്ല, രാമജന്മഭൂമി അമ്പലത്തിൽ പങ്കെടുക്കാൻ അവകാശമില്ല. പക്ഷേ അവരെ പ്രസിഡൻ്റായിട്ടിരുത്തും. അധികാരം കൊടുക്കാതെ, സ്പേസ് കൊടുക്കാതെ സ്ത്രീകളെ ഒന്നുകിൽ ബഹുമാനിക്കുക അല്ലെങ്കിൽ അവരെ ചവിട്ടിയരയ്ക്കുക. അതല്ലാതെ അവർക്ക് സ്പേസ് ഇല്ല, സ്ത്രീകൾക്ക് സ്പേസ് ഇല്ല, അവരുടെ അധികാരമില്ല, അവർക്ക് പദവിയില്ല, അവർക്ക് സമൂഹത്തിൽ സ്റ്റാറ്റസ് ഇല്ല എന്ന രൂപത്തിലാണ് ഈ പ്രശ്നത്തെ കാണുന്നത്. അതുകൊണ്ട് വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ജീർണതയാണ്. ഞാനിത് രാഹുൽ ഈശ്വറിലോ രാഹുൽ മാങ്കൂട്ടത്തിലോ അല്ല കാണുന്നത്. സ്ത്രീകളെ മോശപ്പെടുത്തുക എന്നുള്ളത് വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകതയാണ്. ഒരു കാര്യം ഇടയ്ക്ക് പറയേണ്ടതായിട്ടുണ്ട്. ഈ ഉഭയകക്ഷി സമ്മതപ്രകാരം സെക്സ് റിലേഷൻ എന്നുള്ളത് പാശ്ചാത്യ ലോകം പണ്ടേ അംഗീകരിച്ച കാര്യമാണ്. ഇപ്പോൾ ഇന്ത്യൻ നിയമവ്യവസ്ഥയെ അംഗീകരിച്ചു. അതുകൊണ്ട് ആർക്കായാലും ശരി അങ്ങനെ റിലേഷൻ ഏർപ്പെടുത്താൻ നിയമത്തിന് യാതൊരു തടസ്സവുമില്ല. അങ്ങനെ ആരേർപ്പെട്ടാലും വ്യക്തിപരമായി ഞാൻ പറയാം, അതൊരു അപരാധമേ അല്ല. അതിനുള്ള സ്വാതന്ത്ര്യം സ്ത്രീക്കുമുണ്ട് പുരുഷനുമുണ്ട്. നാളെ ആർക്കായാലും ഇത് ഉണ്ടാകാം. പക്ഷേ ഒരു സ്ത്രീയുടെ അനുവാദമില്ലാതെ അവരെ സ്പർശിക്കാൻ പാടില്ല, ഒരു സ്ത്രീയുടെ പെർമിഷൻ ഇല്ലാതെ അവരുടെ ശരീരത്തിൽ ഇടപെടാൻ പാടില്ല എന്ന രാഷ്ട്രീയം കേരളം ഇതിൻ്റെ പശ്ചാത്തലത്തിലെങ്കിലും ചർച്ച ചെയ്യണം. അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ഒരുപാട് സദാചാര പോലീസുകാർക്ക് ഉള്ള മറുപടി കൂടിയായി ഇത് മാറണം. കാരണം രാഹുൽ ഈശ്വറിനെ പോലുള്ള ആളുകൾ നടന്നിട്ട് എവിടെ സ്ത്രീ പീഡനം ഉണ്ടോ അവിടെയെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യാൻ, എവിടെ ലൈഫ് ബോയ് ഉണ്ടോ അവിടെ ആരോഗ്യമുണ്ടെന്ന് പറയുന്നത് പോലെ എവിടെ സ്ത്രീ പീഡനം ഉണ്ടോ അവിടെ ഞാനുണ്ട് എന്ന് പറഞ്ഞ് സ്ത്രീകളുടെ അവകാശത്തെയും അന്തസ്സിനെയും നശിപ്പിക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനത്തിന് കൂടിയുള്ള മറുപടിയാണിത്.